ഹലോ. ചേച്ചി. വിളിച്ചിരുന്നു ഇല്ലേ? എന്തായിരുന്നു പ്രശ്നം? ഡാൻഡ്രഫ്. ഓക്കെ. ചേച്ചി ഏത് ഷാമ്പു യൂസ് ചെയ്യുന്നേ? എന്റെ പൊന്നി ചേച്ചി, ഹാർഡായിട്ടുള്ള ഷാമ്പു ഒന്നും ഉപയോഗിക്കല്ലേ. ഓക്കെ, ഞാനൊരു 5 മിനിറ്റ് കഴിഞ്ഞ് വിളിക്കാവേ. ഓക്കെ ഓക്കെ. നിങ്ങൾക്കും ഡാൻഡ്രഫ് ഉണ്ടോ? നിങ്ങളും ഹാർഡായിട്ടുള്ള ഷാമ്പു ആണോ ഉപയോഗിക്കുന്നത്? ഇന്നത്തെ വീഡിയോ അതിനെ പറ്റിയാണ്. ഞാൻ ഡോക്ടർ സ്നേഹ VS, നവോദയ നേച്ചർ കെയർ സെന്റർ, ആലപ്പുഴ. സ്കാൽപ്പിലെ ഡെഡ് സ്കിൻ സെൽസ് പൊഴിഞ്ഞ് വൈറ്റ് ഫ്ലേക്സ്, വെള്ള ഫ്ലേക്സ് പോലെ കാണുന്നതിനെയാണ് നമ്മൾ താരൻ എന്ന് പറയുന്നത്. ഇത് ഡ്രൈ സ്കാൽപ്പ് കൊണ്ടും ഓയിലി സ്കാൽപ്പ് കൊണ്ടും വരാം. താരൻ ഉണ്ടാകാനുള്ള പ്രധാന കാരണങ്ങൾ എന്ന് പറയുന്നത് സ്കാൽപ്പില് എക്സസ് ആയിട്ട് ഓയിൽ പ്രൊഡക്ഷൻ ഉണ്ടാകുന്നത്, അല്ലെങ്കിൽ ഫംഗലിന്റെ ഓവർ ഗ്രോത്ത് കാരണവും, കൂടാതെ ജങ്ക് ഫുഡും ഷുഗറും അധികമായിട്ട് കൺസ്യൂം ചെയ്യുന്നതും, ഉറക്കക്കുറവും സ്ട്രെസ്സും ആങ്സൈറ്റിയും കാരണവും, ഡീഹൈഡ്രേഷൻ, ഹോർമോണൽ ഇംബാലൻസ്, കെമിക്കൽ ഷാംപൂസ് യൂസ് ചെയ്യുന്നതും, പ്രോപ്പർ ആയിട്ട് സ്കാൽപ്പ് ക്ലീൻ ചെയ്യാതിരിക്കുന്നതുമെല്ലാം താരൻ ഉണ്ടാകാനുള്ള കാരണങ്ങളാണ്. ചില ആൾക്കാരിലെ സീസണൽ ചേഞ്ചസ് കാരണവും താരൻ കാണുന്നുണ്ട്. നാച്ചുറൽ ആയിട്ട് സ്കാൽപ്പിനെ എങ്ങനെ കെയർ ചെയ്യാന്ന് നമുക്ക് നോക്കാം. അലോവേര ജെല്ല് സ്കാൽപ്പിൽ നന്നായി അപ്ലൈ ചെയ്ത് മസാജ് ചെയ്ത് 20 മിനിറ്റിന് ശേഷം അത് കഴുകി കളയാം. വേപ്പില വെള്ളത്തിലിട്ട് തിളപ്പിച്ച് ആ വെള്ളം ചൂടാറിയതിനു ശേഷം തല കഴുകാനായി ഉപയോഗിക്കാം. കോക്കനട്ട് ഓയിൽ, സാധാരണ വെളിച്ചെണ്ണ തന്നെ ഒന്ന് ചൂടാക്കി തലയിൽ നന്നായി മസാജ് ചെയ്യുക. ഒരു 20 മിനിറ്റ്സ് നന്നായി മസാജ് ചെയ്തതിന് ശേഷം കഴുകിക്കളയാം. ഉലുവ പേസ്റ്റ്, അതായത് ഓവർ നൈറ്റ് ഉലുവ സോക്ക് ചെയ്ത് വെച്ച് ആ പേസ്റ്റ് തലയിൽ അപ്ലൈ ചെയ്ത് 20 to 30 മിനിറ്റ്സ് കഴിഞ്ഞതിന് ശേഷം അത് കഴുകിക്കളയാം. ചില ആൾക്കാരിൽ ഗട്ട് ഹെൽത്ത് നല്ലതല്ല എങ്കിലും താരൻ കാണുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. അപ്പൊ അങ്ങനെയുള്ള ആൾക്കാരാണെങ്കിൽ നന്നായി ഹൈഡ്രേറ്റ് ആവുക. കൂടാതെ പ്രോബയോട്ടിക്സ് നന്നായി ഉൾപ്പെടുത്തുക ആഹാരത്തിൽ, അതായത് തൈര്, ഫെർമെന്റഡ് ആയിട്ടുള്ള ഫുഡ് ഐറ്റംസ് എല്ലാം ഉൾപ്പെടുത്തുക. ഇത് ഗട്ട് ഹെൽത്ത് ഇംപ്രൂവ് ചെയ്യും, അത് കാരണം സ്കാൽപ്പ് ഹെൽത്ത് ഇംപ്രൂവ് ആവുകയും ചെയ്യുന്നു. എന്തൊക്കെയാ ശ്രദ്ധിക്കേണ്ടതെന്ന് നോക്കാം. നല്ല ഹോട്ട് ആയിട്ടുള്ള വാട്ടർ ഒരിക്കലും കുളിക്കാനായിട്ട് ഉപയോഗിക്കരുത്. എക്സസ് ആയിട്ടുള്ള ജങ്ക് ഫുഡും ഷുഗർ ഇൻടേക്കും നിർത്തുക. എക്സസ് ആയിട്ടുള്ള കെമിക്കൽ പ്രൊഡക്ട്സ്, ഷാമ്പു ആവാം, കണ്ടീഷണർ ആവാം, എന്താണെങ്കിലും കെമിക്കൽ പ്രൊഡക്ട്സ് അധികം യൂസ് ചെയ്യാതിരിക്കുക. അതുപോലെ തന്നെ ഉറക്കമില്ലായ്മയും താരന് ഒരു കാരണമാണ്. ബോഡിക്ക് നന്നായി റെസ്റ്റ് കിട്ടുന്ന രീതിയിൽ ഉറങ്ങേണ്ടതുമാണ്. എപ്പോഴും നമ്മൾ താരൻ പോയോ എന്ന് നമ്മൾ ചെക്ക് ചെയ്യാറുണ്ടല്ലേ. ഇപ്പൊ ടെമ്പററി ആയിട്ട് ഫ്ലേക്സ് റിമൂവ് ചെയ്യാന്നല്ല നമ്മളെ ട്രീറ്റ്മെന്റ് എന്ന് പറയുന്നത്. ട്രീറ്റ്മെന്റ് എന്ന് പറയുന്നത് സ്കാൾപ്പ് ഹെൽത്തി ആക്കി വെക്കുക എന്നുള്ളതാണ്. അപ്പോൾ 5 മിനിറ്റ് കഴിഞ്ഞ് ഞാൻ കോൾ ചെയ്തിട്ട് വരാം. ഓക്കെ, ബൈ.